ബോഡി പെയിൻ, ബോൺ പെയിൻ, ടയർഡ്നെസ്, വീക്ക്നെസ്, ഒരു മൂഡ് ചേഞ്ച്, ലോ എനർജി, ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, ഈ രീതിയിൽ വേദനകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സപ്ലിമെന്റ്, വൈറ്റമിൻ ഡിയുടെ ഒരു സപ്ലിമെന്റ് കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്കത് വീണ്ടും റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറവുള്ള സമയത്ത് നമ്മൾ ചില ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് ചായ കാപ്പി കുടിക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ അളവ് 2 കപ്പിൽ താഴെ ആക്കുക. മാക്സിമം 2 കപ്പ്. കാരണം 2 കപ്പിലധികം കോഫിയോ അല്ലെങ്കിൽ ചായയോ കുടിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ അബ്സർവേഷൻ ബോഡിയിൽ കുറയും. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡ് വൺ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കുറയ്ക്കുക. കാരണം അതിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫറിക് ആസിഡ് നമുക്ക് കാൽസ്യത്തിനെയും വൈറ്റമിൻ ഡിയെയും ബാലൻസ് ചെയ്യാനുള്ള ഇത് കുറയ്ക്കും. പിന്നെ നമ്മൾ വെയിൽ കൊള്ളാണ്ട് വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അതൊന്നും മാറ്റിയിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുറച്ചു നേരം വെയിൽ കൊള്ളുക. അതേപോലെ ജങ്ക് ഫുഡ്, ബർഗർ, ഫ്രൈഡ് ചിക്കൻ, ബേക്കറി ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക. കാരണം ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കൂട്ടി വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനം കുറയ്ക്കും. പിന്നെ നമുക്ക് ഓവറായിട്ട് ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഈ രീതിയിൽ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ആ ഒരു കുറവ് നമുക്ക് നികത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ ദിവസവും ഒരു ചെറിയ സ്പൂൺ, ഒരു സ്പൂണിൽ നമുക്ക് കുറച്ച് നല്ല പശുവിൻ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ കഴിക്കുന്നത് നന്നായിരിക്കും.